ഹായ് കൂട്ടുകാരെ, ആഷ്ന വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായി ആണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കൊന്നൊരു കറി, തോമരയ്ക്കാക്കറി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായി ഇവിടെ 1/2 കിലോ തോമര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തോമരയുടെ സീസൺ ആണ് കേട്ടോ ഞങ്ങളുടെ ഏരിയയിലൊക്കെ, അതുകൊണ്ട് ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഈ തോമരയ്ക്കൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 കിലോ ഉണ്ട് ഇത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി 3 സവോള, 2 തക്കാളി, 5-6 വെളുത്തുള്ളി അല്ലിയും 5 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാം അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് തേങ്ങ ചിരകിയത് 1/2 മുറിയും കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഒരു 10-12 കുരുമുളക് മതിയാവും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം. അപ്പം അതിനു വേണ്ടി ഒരു ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയും കുരുമുളകും പെരിഞ്ജീരകം എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഇളക്കണം. നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരുവിധം മൂപ്പാകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. എന്നാൽ ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുവിധം എല്ലാം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം അതൊരു മിക്സിയിൽ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വീണ്ടും ഒരു പാത്രം ചൂടാവാൻ വെച്ചതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയിലെ വെള്ളമായി ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവോള ഒന്ന് പകുതി വേവാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ പകുതി വേവായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. തക്കാളിയും ഒരു പകുതി വേവാവുന്നവരെ വഴറ്റിയാൽ മതി. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മുടെ പൊളിച്ച തോമരയിട്ട് തക്കാളിയും സവോളയും അരിഞ്ഞതും ചേർത്ത് നമ്മൾ തേങ്ങ അരച്ചു വെച്ചില്ലേ, ആ അരപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലൊരു പുളി പിഴിഞ്ഞതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്തൊന്ന് കുക്കർ 2-3 വിസിലാവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ തോമര വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് നമുക്കിതിലേക്ക് വറുത്തൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമന്റ് ചെയ്യണം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.